ആഗ്രഹ സാഫല്യത്തിനായി ഭദ്രകാളിക്ക് ചെമ്പരത്തി പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതിവേഗം ഫലം ലഭിക്കും. ഭദ്രകാളി പ്രസാദത്തിനായി നിരവധി പൂജകളുണ്ടെങ്കിലും ദേവിക്ക് ഏറെ പ്രിയം ചെമ്പരത്തി പൂവ് തന്നെ. മാല കെട്ടാൻ അറിയാവുന്നവർക്ക് മാല കെട്ടി സമർപ്പിക്കാം. അല്ലാത്തവർക്ക് പൂവ് മാത്രവും സമർപ്പിക്കാം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചെമ്പരത്തി പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹങ്ങളും സാധിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നു. മധുരപ്രിയയും രുദ്രപ്രിയയുമായ ദേവിക്ക് ദേശവ്യത്യാസമനുസരിച്ച് വിവിധ അർച്ചനകളുമുണ്ട്. മഞ്ഞൾ നീരാട്ട്, കടും പായസം, കുരുതി എന്നിവ ദേവിക്കുള്ള പൂജകളാണ്. ഇവയിലെല്ലാം ദേവി പ്രസാദിച്ച് അനുഗ്രഹം ചൊരിയുമെങ്കിലും ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചെമ്പരത്തി പൂവാണ്. പ്രിയങ്കരമായ വസ്തുക്കൾ കൊണ്ടുള്ള പൂജയാണ് ഏതു ദേവനെയും പ്രീതിപ്പെടുത്തുന്നത്. എല്ലാ ദോഷങ്ങളും അകലാൻ ഏറ്റവും ഉത്തമവുമായതുള്ളത് പൂവ് സമർപ്പണമാണെന്നും ആചാര്യന്മാർ പറയുന്നു. അതേസമയം ഭദ്രകാളിക്ക് ഒഴികെ മറ്റു ദേവന്മാർക്ക് ചെമ്പരത്തി പൂവ് സാധാരണയായി ഉപയോഗിക്കാറില്ല. ശിവനും വിഷ്ണു ഭഗവാനും ഒന്നും ചെമ്പരത്തി പൂവ് പൂജയ്ക്കെടുക്കാറില്ല. കർക്കിടക മാസത്തിൽ ചെമ്പരത്തി പൂവ് സമർപ്പിച്ച് ഭദ്രകാളി സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഏത് തടസ്സവും നീങ്ങിക്കിട്ടും. ദേവിക്ക് ചെമ്പരത്തിമാല സമർപ്പിച്ചാൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് കുതിക്കും. ഏറ്റവും ലളിതവും ഏറ്റവും ശക്തിയുള്ളതുമായ പൂവ് സമർപ്പണത്തിലൂടെ ദേവിയെ വേഗം നമുക്ക് പ്രീതിപ്പെടുത്താനാവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കൂ.